ഇതിനകത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈസൂരത്തെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ നേരത്തെ തിരക്കായിരുന്നു. അപ്പോൾ തിരക്ക് നിങ്ങൾക്ക് സമാധാനമായിട്ട് ക്യാമറ യൂസ് ചെയ്യാം. ഇതാ ഓരോ ഫോട്ടോസ് കാണാം. മൈസൂർ രാജാവിൻ്റെ ഓരോ കാലത്ത് ഫോട്ടോസ് കാണാം. പിന്നെ ഇവിടെയാണ് മൈസൂർ രാജാവ് പണ്ട് സഭയൊക്കെ കൂടുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയാണ് രാജാവ് എല്ലാം വാച്ച് ചെയ്യുന്നത്. എല്ലാം ആ ഒരു ഇതിന് എത്ര വേണ്ട ചെയ്തിരിക്കുന്നു. ഇത്രയും ചരിത്രം മോണമെൻ്റായിട്ടുള്ള ഇതില്ല. ഇത്രയും ഭംഗിയായിട്ട് അതിനെ നല്ല കീപ്പ് ചെയ്യുന്നു. ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യുന്നു. അടുത്ത റൂം ഇനി രാജാവിൻ്റെ കാലഘട്ടം കാണാം. കാലഘട്ടം ഇതുവഴി ഓരോ പടങ്ങൾ കാണാം. സിൽവർ സിംഗിൾസ് വോൾഗ, കർണാട്ടിക് ബാൻഡ്, അതിൽ കർണാട്ടിക് ബാൻഡ് അവതരിപ്പിച്ച് ബുദാം ബറീസ് എന്ന് പറയുന്ന മൈസൂർ നമ്മൾ തന്നെ തിരക്ക് കാണാം. ഈ വാതിലൊക്കെ നല്ല തേക്കിട്ട് തന്നെ നല്ല ചായ തേക്ക് വെച്ചേക്കാം. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസിൻ്റെ അടുത്തെത്തി. രാജാവിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് രാജാവിൻ്റെ കുടുംബത്തിൻ്റെ അടുത്തെത്തി. ഇത്രയും നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്നു രാജാവിൻ്റെ. പിന്നെ അടുത്ത രാജാവ് ഇരിക്കുന്നത് രാജാവ് ഇരിക്കുന്നത് അദ്ദേഹമായിട്ടുള്ള 40 പേര് ഭരിച്ചു. അത് കഴിഞ്ഞ് കണ്ടി രവ നരസിംഹ രാജാവിൻ്റെ ഫോട്ടോ കാണാം. അത് കഴിഞ്ഞിട്ട് ചെമ്പക രവ രാജ്ഞിയുടെ ഫോട്ടോ കാണാം. അത് കഴിഞ്ഞ് അടുത്ത കാണാം ചമരാജ 1858 to 1894. അത് കഴിഞ്ഞ് കൃഷ്ണരാജ 1940 വരെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത ഫോട്ടോ കാണാം. പിന്നെ ഉബാനിയ ഓഫ് ജയവടയാരുടെ ഫോട്ടോ കാണാം. ചെറിയ രാജാവിൻ്റെ ബാല്യകാലത്തെ ഫോട്ടോ കാണാം. ഈ രാജാവിന് കൃഷ്ണരാജ വടയാർ ഫോർത്ത് പെയിൻറ്റഡ് ബൈ രവിവർമ്മ പെയിൻറ്റ് ചെയ്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യൂൻ അലക്സാണ്ട്രയുടെ ഫോട്ടോ കാണാം. ക്യൂൻ അലക്സാണ്ട്ര ഫോട്ടോസ്. പിന്നെ ഈ വിദേശ കാണാം. अच्छा
കുറേ മുന്നോട്ട് പോവുകയാണ് പിന്നെ കുറേ കാഴ്ചകളുണ്ട്. കുറേ അവരുടെ ഓർണമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ആണിത്. പണ്ടവരൊക്കെ ഉപയോഗിച്ച പെട്ടികൾ, അവർക്ക് ഓർണമെൻറ്റ്സ്, അവരുടെ എല്ലാ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി ഒന്നാണ്. ഗിഫ്റ്റുകളെല്ലാം കൂടി വന്ന കാര്യങ്ങളാണ്. സംഗീതത്തിലും ഒട്ടും മോശമല്ല, എല്ലാത്തിലും മിടുക്കര. സംഗീതത്തിലും കല എന്നിലും എല്ലാം മിടുക്കരായ ആൾക്കാരാണ് ഈ രാജ ഫാമിലി. ഫോട്ടോ അവർ നേടിയതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. വീണ്ടും ആ എല്ലാവരും കൂടുന്ന സ്ഥലമെത്തി. വീണ്ടും ആ സ്ഥലമെത്തി പഴയ ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. താരത്തിൻ്റെ ഇപ്പോഴും ആ പഴയ ഇത് സൂക്ഷിക്കുന്നു. ഏത് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന കൊട്ടാരം. അതായത് ഇപ്പോഴും എല്ലാം സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ രാജാവ് യൂസ് ചെയ്ത രാജധാനി ആ പഴയ കാലത്തെ ഫാൻ ഉൾപ്പെടെ കാണാം. ലൈറ്റ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. ചരിത്രപരമായ ഓരോ കാഴ്ച കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ എല്ലാ മുന്നോട്ടേക്ക് വന്നു. പഴയ ഫോട്ടോസ് കാണാം. രാജാകൃഷ്ണ കാലത്തുള്ള ആ ഫോട്ടോസൊക്കെ കണ്ട് പോവുകയാണ്. ആ ഫോട്ടോസൊക്കെ കണ്ട് അടുത്ത ഫോട്ടോ കാണാം. നഗരി എലിഫൻ്റ് കാര്യമൊക്കെ പറയുന്നത് വാഴും വളരെ കൊണ്ടുപോകണം കാണാം. പിന്നെ ചാമുണ്ഡി ഹിൽസിലുള്ള ചാമുണ്ഡി ദേവിയുടെ ഫോട്ടോട്ടേക്ക് അത് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കളി ഇവിടെ പണ്ട് ഗ്രൗണ്ട് ഇവർ വ്യായാമവും കളിപ്പയറ്റായിരുന്നു. അത് ചെയ്യാനുള്ള സ്ഥലമാണെന്നാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് അവർ തടഞ്ഞിരിക്കുന്നത്. എല്ലാം ചെയ്യുന്ന കൊട്ടാരത്തിൻ്റെ ആ ഒരു ഇപ്പോഴും സൂക്ഷിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ടവർ. ബ്യൂട്ടി ആ മാർബിൾ വെച്ച് ഒക്കെ ഇവിടെ പഴയ മാർബിൾ വെച്ച് രാജാവ് ഒരുപാട് ഇത് ചെയ്തിരിക്കുന്നു. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ വഴി അടച്ചിരിക്കുന്നു. വാതിൽ നല്ല ഓരോ രൂപത്തിലെ ടൈൽസ് ഉണ്ടാവും. അടുത്ത ഞാൻ ഓരോ യൂസ് ചെയ്ത ചെയർ റൂമാണിത്. ഇവരെല്ലാവരും ഇരിക്കുന്ന പ്രധാന മീറ്റിങ്ങൊക്കെ കൂടുന്ന ഒരു റൂമാണിത്, മീറ്റിംഗ് ഹാള്. ഒരു നല്ലൊരു കണ്ണാടിയുണ്ട് ഇവിടെ. പിന്നെ കസേരയുണ്ട്. ഇതിവിടെ ഇരുന്നാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എല്ലാം ഡിസ്കഷൻസ്, ഇൻറ്റേർണൽ ഡിസ്കഷൻസ് തീരുമാനിക്കുന്ന ഇവിടെ നിന്നാണ്. ഇൻറ്റേർണൽ ഡിസ്കഷൻ കൊട്ടാരത്തിലെ രാജാവ് പുറത്തുള്ള കാര്യം പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഇവിടെ.
ഓരോ ഇതുണ്ടാക്കിയിരിക്കുന്നുണ്ട് പുലിയുടേത് ഇത് കല്ലുണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപാട് മാറിയിരിക്കുന്നുണ്ട്. ഫോട്ടോസ് കണ്ടു പോവാം. അടുത്ത ഫോട്ടോ ഗണ്ണൊക്കെ മേടിച്ച് പീരങ്കികളൊക്കെ മേടിച്ച് പിന്നെ സെയിൻറ്റ് ഫിലോമിന ചർച്ച്, സിഗ്നൽ മാൻ ഓഫ് എലിഫൻറ്റ്, അടുത്ത ഇൻഫൻട്രി കാണാം. ഇൻഫൻട്രിയുടെ പഴയൊരു ഫോട്ടോയാണ്. അത് കഴിഞ്ഞ് ബുള്ളോക്ക് നഗരി, ബനാറസ് ദുരാക്ക കാണാം. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് വരയ്ക്കുകയാണ്. താങ്ക് യു.